നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ന്യൂസിലാൻഡിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പലരും അറിയുന്നത് പോലെ തന്നെ ഓസ്ട്രേലിയക്ക് സമീപത്തുള്ള ഒരു ഐലൻഡ് രാജ്യമാണ്. വളരെ മനോഹരമായ ഒരു രാജ്യം. ഈ രാജ്യത്തേക്ക് ഇപ്പോൾ ഒട്ടനവധി ഇന്ത്യക്കാരെ, മലയാളികളൊക്കെ പഠനത്തിനായിട്ടും ജോലിയൊക്കെ തേടി പോകുന്നുണ്ട്. അപ്പൊ ന്യൂസിലാൻഡിൽ ലഭ്യമായിരിക്കുന്ന ചില തൊഴിൽ അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ചില അവസരങ്ങൾ. ഏതാണ്ട് 250-ലധികം ഒഴിവുകളുണ്ട്. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഏജ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അവസരങ്ങളുണ്ട്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒക്കെ അപേക്ഷിക്കാം. അപ്പോൾ വിവിധ മേഖലകളിൽ സ്കില്ലുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ന്യൂസിലാൻഡിലെ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. മലയാളികൾക്ക് ഇന്ന് കൂടുതലായിട്ട് ഗൾഫ് ജോലികളെക്കാൾ താല്പര്യം യൂറോപ്പിലും UK-യിലും കാനഡയിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള തൊഴിൽ അവസരങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് എത്തുവാൻ സഹായകരമായ ചില വീഡിയോകൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിലതിന്റെ തംബ്നെയിലാണ് ഇവിടെ ഞാൻ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജപ്പാനിലെ അവസരങ്ങൾ, അല്ലെങ്കിൽ ജർമ്മനി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ അവസരങ്ങൾ, കാനഡയിലെ മൈഗ്രേഷൻ അവസരങ്ങൾ, ഇതൊക്കെ വിശദമാക്കുന്ന വീഡിയോകളുടെ കുറെ എണ്ണത്തിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ആ വീഡിയോയിൽ കൂടി പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഈ ന്യൂസിലാൻഡിലെ വിവിധ തൊഴിൽ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് കേരള ഗവൺമെന്റിന്റെ നോളജ് എക്കണോമി മിഷൻ ഉണ്ട്. അവരുടെ DWMS എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പം അവിടെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ആദ്യം ഞാൻ ഫ്രഷേഴ്സിനൊക്കെ ലഭ്യമായിരിക്കുന്ന ഒരു അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഹോസ്പിറ്റാലിറ്റി ഇന്റേൺഷിപ്പ് ഇൻ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസരം ഞാൻ കണ്ടെത്തി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതാണ്ട് 1 ലക്ഷം രൂപ മുതൽ 1,75,000 രൂപ വരെ മന്ത്ലി പേ പാക്കേജ് ആണ്, അല്ലെ സ്റ്റൈഫൻഡ് ആണ് ഇവരെ സൂചിപ്പിക്കുന്നത്. മെയ് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ന്യൂസിലാൻഡിലായിരിക്കും അവസരം. ഇതിന് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹെൽത്ത് ആൻഡ് കെയർ സർവീസുകളിലായിരിക്കും അവസരങ്ങളുള്ളത്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ് പ്രായം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇതൊരു അവസരമാണ്, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഒരു അവസരം. ഇനി മറ്റ് അവസരങ്ങൾ കൂടി ഞാൻ കണ്ടെത്തിയതൊന്ന് സൂചിപ്പിക്കാം. ന്യൂസിലാൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി, വെൽഡേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി ന്യൂസിലാൻഡിലുണ്ട്. 50 ഒഴിവുകളാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരങ്ങളുണ്ട്. നോക്കുക, 10+2 അല്ലെങ്കിൽ +2, ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടെ വെൽഡർ സർട്ടിഫിക്കേഷൻ കൂടി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വെൽഡേഴ്സ് ആയിട്ട് കാണണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് വെൽഡേഴ്സിനുള്ള 50 ഒഴിവുകൾ. ഇനി ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് പോവാം. അതിലൊക്കെ മുമ്പായിട്ട് നിങ്ങൾ ഓരോ ഒഴിവുകളുടെയും ജോബ് ID ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഈ വെൽഡേഴ്സിന്റെ ജോബ് ID നിങ്ങൾക്ക് കാണാൻ സാധിക്കും 29,741. ഇനി അടുത്ത ഒരു അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈറ്റ് ട്രാഫിക് മാനേജ്മെന്റ് സൂപ്പർവൈസർ. ഈ ഒരു തസ്തികയിൽ ഏതാണ്ട് 100 ഒഴിവുകളാണുള്ളത്. ഇപ്പൊ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻസ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഓഫ് ദ സൈറ്റ്. അപ്പൊ അവിടെ നോക്കുക, 25 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ അവസരം ലഭ്യമായിരിക്കുന്നത്. എന്റെ ക്വാളിഫിക്കേഷൻ BTech അല്ലെങ്കിൽ ഡിപ്ലോമ, സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് മിനിമം 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് കാണണം. അപ്പൊ ഇതിന്റെയും ജോബ് ID നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 29,739. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഈ അവസരങ്ങളൊക്കെ ലഭ്യമായിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു പ്രവർത്തനമാണ്. അവരുടെ ഈ കേരള നോളജ് എക്കണോമി മിഷൻ, അവരുടെ DWMS എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ലഭ്യമായിരിക്കുന്നത്. അതിലേക്കൊക്കെ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കണം, അതൊക്കെ ഞാൻ സൂചിപ്പിക്കാം. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോയാൽ മറ്റൊരു അവസരം കാണാൻ സാധിക്കും. ബീറ്റേഴ്സ്, സ്പ്രേ പെയിന്റേഴ്സ്.
അവർക്കും ന്യൂസിലാൻഡിൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണ്. അതിന്റെ ജോബ് കോഡ് നോക്കുക 29,752. ഇവിടെ ഏതാണ്ട് 50 ഒഴിവുകളാണുള്ളത്. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഡിഗ്രിയോ ഡിപ്ലോമയോ ITIയോ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 3 ഇയേഴ്സ് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത അവസരം നമുക്കൊന്ന് പരിശോധിക്കാം. ഫിറ്റേഴ്സ്, ടേണേഴ്സ്. ഈ ഒരു അവസരം ഞാൻ മുൻപ് മറ്റൊരു വീഡിയോയിലും സൂചിപ്പിച്ചിരുന്നു. ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 50 ഒഴിവുകളാണ്. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. ഡിഗ്രിയോ ഡിപ്ലോമയോ ITIയോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 3 ഇയേഴ്സ് ഫിറ്റർ അല്ലെ ടേണറായിട്ട് എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറേയേറെ അവസരങ്ങളാണ് ഈ DWMS പോർട്ടലിൽ ന്യൂസിലാൻഡിലേക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ പോർട്ടലിൽ പോയിട്ട് ഈ ഓരോ അവസരങ്ങൾ അല്ലെങ്കിൽ ഇനിയും ലഭ്യമായിരിക്കുന്ന മറ്റ് അവസരങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ അപ്ലൈ ചെയ്യണം, ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇതാ നോക്കുക, ഇതാണ് കേരള നോളജ് എക്കണോമി മിഷന്റെ DWMS എന്ന് പറഞ്ഞ പോർട്ടൽ. ഇപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് നൽകണം. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ, മൊബൈൽ നമ്പർ ഒക്കെ നൽകിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡ് കിട്ടും. അത് വെച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. അപ്പം ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ വ്യൂ ഓൾ ജോബ്സ് എന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിരിക്കുന്ന മുഴുവൻ ജോലികളും അത് സെർച്ച് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇവിടെ ചെന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ന്യൂസിലാൻഡിലെ ജോലികൾ മാത്രമാണ് തൽക്കാലം കാണേണ്ടത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ന്യൂസിലാൻഡ് അല്ലേ, സിലാൻഡ് എന്നടിച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ന്യൂസിലാൻഡിൽ ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങളെല്ലാം കാണാനായിട്ട് കഴിയും. ഇനി അതല്ല നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ജോലിയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആ ജോലിയുടെ ജോബ് കോഡ് അടിച്ചാൽ കാണാനായിട്ട് കഴിയും. ഇപ്പം ന്യൂസിലാൻഡിൽ ലഭ്യമായിരിക്കുന്ന ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കണ്ട ഫിറ്റർ, ടേണർ അവസരങ്ങൾ ഇവിടെയുണ്ട്. അതല്ലെങ്കിൽ താഴേക്ക് വന്നാൽ വെൽഡർ അവസരങ്ങൾ കാണാം. ഹോസ്പിറ്റാലിറ്റി ഇന്റേൺഷിപ്പ് അവസരങ്ങൾ കണ്ടു. ബീറ്റർ, സ്പ്രേ പെയിന്റർ അവസരങ്ങളുണ്ട്. ഡീസൽ മെക്കാനിക്ക്, ഈ ഒരു അവസരം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാത്തൊരു അവസരമാണ്. ഇതൊന്ന് ഞാനൊന്ന് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കി തരാം. ഈ അവസരങ്ങളെല്ലാം ഒരുക്കുന്നത് 2COMS കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. എനിക്കറിയില്ല ഇത് ഏതാണ് ഒരു സ്ഥാപനം എന്ന്, പക്ഷേ ഈ അവസരങ്ങളെല്ലാം ഇവരാണ് ഒരുക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണെന്ന് തോന്നുന്നു. അപ്പം ഇവരെ ഒരുക്കുന്ന ഈ അവസരങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മിക്കവാറും എല്ലാം മെയ് 31 വരെ ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ്, ചിലത് 30 ജൂൺ വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും, ചിലതൊക്കെ മെയ് 31, ചിലത് 30 ജൂൺ വരെയാണ്. ഇങ്ങനെ പല അവസരങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു അവസരം ഡീസൽ മെക്കാനിക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലേ. ഗ്രാജുവേഷൻകാർക്കുള്ളതാണ്, ഡിഗ്രി ഒക്കെ ഉള്ളവർക്കുള്ളതാണ്. 2,50,000 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ക്വിക്ക് അപ്ലൈയിൽ ചെയ്താൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും മെയ് 31 വരെ അപേക്ഷിക്കാം. 1,75,000 മുതൽ 2,50,000 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഇത് പ്ലാന്റ്, മെഷീന്, ഫാക്ടറി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് പ്രായം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപേക്ഷിക്കാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ജോലിയുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ത് വേണം, IELTS ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. വെർസ് ആൻഡ് മോക്ക് ടെസ്റ്റ് ഓർ IELTS ഒക്കെ 4 മാത്രം മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സെലക്ഷൻ എങ്ങനെയായിരിക്കും? ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അല്ലെ വീഡിയോ ഇന്റർവ്യൂ വഴിയായിരിക്കും. സാലറി എത്ര കയ്യിൽ കിട്ടും? ഇവിടെ 2,10,000 പെർ മന്ത് എന്ന് കാണാം. ഓവർ ടൈം, അതർ അലവൻസ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്നുണ്ട്. എയർ ടിക്കറ്റ്, ഇതിന് വേണ്ട ചെലവുകൾ എത്ര വരും, അങ്ങനെയൊക്കെ ഇത് കണ്ടോ, ബോൺ ബൈ ദ കാൻഡിഡേറ്റ്സ്, ഇതൊക്കെ കാൻഡിഡേറ്റ്സ് എടുക്കേണ്ട ചെലവുകളാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ഉണ്ടോ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇതൊക്കെയാണ് അവസരങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ ഈ ന്യൂസിലാൻഡിൽ ലഭ്യമായിരിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ ഫ്രഷറിന്റെ ഒരു അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇവിടേക്ക് വന്നാൽ ഹോസ്പിറ്റാലിറ്റി ഇന്റേൺഷിപ്പ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച ഇതുണ്ടോ, ഫ്രഷേഴ്സിനും 1 ഇയറിലൊക്കെ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷന്. 1 ലക്ഷം മുതൽ 1,75,000 പെർ മന്ത്
ശമ്പളമുള്ള അവസരങ്ങളാണ്. 31 മെയ് വരെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് ക്വിക്ക് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അതാ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സൂചിപ്പിക്കുക, എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം, 0 എക്സ്പീരിയൻസ് മതി. പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിഗ്രി വേണം, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം. ആ ഇന്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയായിരിക്കും ഇന്റേൺഷിപ്പുകൾ, അതൊക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇതുണ്ട്. ഏരിയാസ് ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് ബിവറേജ് ഡിവിഷൻ അല്ലെ ഫ്രണ്ട് ഓഫീസിലേക്ക്, ഹൗസ് കീപ്പിംഗിലേക്ക്, കൾണറി, കിച്ചൺ മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ്. സ്റ്റൈഫൻഡ് എത്രയായിരിക്കും? സ്റ്റൈഫൻഡ് ഓഫ് 25 ന്യൂസിലാൻഡ് ഡോളർ പെർ അവർ. അങ്ങനെ 30 മുതൽ 40 മണിക്കൂർ വരെ ആയിരിക്കും വീക്ക്ലി നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. അപ്പം ഒരു പൊട്ടൻഷ്യൽ മന്ത്ലി ഇൻകം 4000 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും. അത് ഏകദേശം 2,10,000 ഇന്ത്യൻ റുപ്പീസ് പെർ മന്തിലേക്ക് കിട്ടും എന്നൊക്കെയാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരു ഫീസ് ഒക്കെ ഉണ്ടാവും. അത് എത്രയാണെന്നൊക്കെ ഇമിഗ്രേഷൻ ഫീ, സെറ്റിൽമെൻറ്റ് സർവീസ്, ഇങ്ങനത്തെ ഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ത് വേണം എന്നുള്ളത്, നോ സർട്ടിഫിക്കേഷൻ റിക്വയർഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ അല്ലെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂയിലൂടെ ആയിരിക്കും, 2 ലെവൽ ഓഫ് ഇൻ്റർവ്യൂയിലൂടെ ആയിരിക്കും സെലക്ഷന്. അങ്ങനത്തെ കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. ബാക്കി നേച്ചർ ഓഫ് വർക്കിംഗ് അവേഴ്സ്, മിനിമം 30 to 40 അവേഴ്സ് ഇൻ എ വീക്ക്, 5 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരിക്കും, ആ കാര്യങ്ങളെല്ലാം, വിസ ചാർജസ് എത്രയാകും, ഇതെല്ലാം ഇവരുടെ സൈറ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. ഈ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതെൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല. കേരള ഗവൺമെന്റിന്റെ നോളജ് എക്കണോമി മിഷന്റെ ഒരു പോർട്ടലിൽ ഞാൻ കണ്ട അവസരങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്, ജോബ് റിക്വയർമെൻറ്റ്, സാലറി എത്രയായിരിക്കും, അതിനെന്ത് ചെലവ് നമുക്ക് വരും, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ ഈ നോളജ് എക്കണോമി മിഷന്റെ അധികൃതരുമായി ബന്ധപ്പെടാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ അവിടെ നൽകുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഓർക്കുക, ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വന്നാൽ ഞാൻ ഉത്തരവാദിയാകത്തില്ല. ഞാനത് പ്രത്യേകം സൂചിപ്പിക്കാം. കാരണം ഇത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിരിക്കും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് കൂട്ടണ്ട. ഒരു അവസരം കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞേക്കുന്ന സ്കിൽസ് ഉള്ളവർ, ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.